ഹലോ ഗൈസ്, നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? കുളിച്ചൊരു ഡേ വന്നപ്പോൾ ഉറക്കം എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടി വന്ന ഒരു ഐറ്റമാണിത്. അങ്ങനെ അവനെ കുളിക്കാൻ പറഞ്ഞു വിട്ടി ഞാൻ. അങ്ങനെ ഞാൻ സൺസ്ക്രീമൊക്കെ ഇട്ട് ഞാൻ റെഡിയായി. അങ്ങനെ അവൻ കുളിച്ച് വന്നപ്പോൾ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയിൽ നിന്ന് അവൻ ഓടി. അങ്ങനെ ഞാൻ ലിപ്സ്റ്റിക്കും കമ്മലും ബാഗും ഒക്കെ ഇട്ട് റെഡിയായി. ഗൈസ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതാണ് വിക്കിയുടെ മുത്തശ്ശി. ഈ ഒരു ടാറ്റ കിട്ടാണ്ട് ഞാൻ എവിടെയും പോകാറില്ല. വീട്ടിൽ നിന്ന് 500 മീറ്റേഴ്സ് ഉള്ളൂ ബസ് സ്റ്റോപ്പിലേക്ക്. അങ്ങനെ ബസ്സിൽ കയറി എയർപോർട്ടും ചെവിയിൽ വെച്ച് പുറത്തെ കാഴ്ചകളും കണ്ടിരിക്കാൻ എന്താ രസം. വളത്തിലേന്ന് പള്ളുരുത്തിലേക്ക് 1 മണിക്കൂർ യാത്രയുണ്ട്. അങ്ങനെ ബസ് ഇറങ്ങിയപ്പോൾ എൻ്റെ സ്വന്തം മാതാജി ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്നു. അങ്ങനെ ഞാനും അമ്മ ഒരു ചായയൊക്കെ കുടിച്ച് ഡാൻസ് ക്ലാസ്സിലേക്ക് നടന്ന് അങ്ങോട്ട് പോയി. ഇതാണ് എൻ്റെ ഡാൻസ് ടീച്ചർ വിജയലക്ഷ്മി മാം. ഞാനും എൻ്റെ അമ്മയും ഡാൻസ് പഠിക്കുന്നുണ്ട് കേട്ടോ. ഈ വീഡിയോ അമ്മയെ അടുത്തേ. എന്താണെന്നറിയില്ല, ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുസംബി ജ്യൂസ് നല്ല ഐസ് ഇട്ട് കുടിക്കാൻ തോന്നും. അങ്ങനെ ഞാൻ ബസ് കയറിയതേ നേരെ കോളേജിലേക്ക് കിട്ടും. ബസ് ഇറങ്ങി കുറച്ച് നടത്തുണ്ട്. അങ്ങനെ ലിഫ്റ്റിൽ കയറിയതേ ക്ലാസ്സിലെത്തി. ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ എല്ലാം ഉടായിപ്പോൾ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ മാം. ഹാളൊരു പാവ. അങ്ങനെ ക്ലാസ്സൊക്കെ കഴിഞ്ഞപ്പോൾ അതേ ലിഫ്റ്റിൽ നിന്ന് എല്ലാവരും സോറിയൊക്കെ പറഞ്ഞതേ താഴത്തേക്ക് പോവുക. അങ്ങനെ ബസ്സും കയറി വീട്ടിൽ പോയി. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ അതേ വീട്ടിൽ വേറൊരു വ്ളോഗർ. അവനൊച്ചൊക്കെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചു. പാവം എൻ്റെ അമ്മായിമ്മ ചെറുതായിട്ട് പനിച്ചു. അങ്ങനെ വിക്കിനെ കടയിലേക്ക് പറഞ്ഞു വിട്ടു. പിന്നെ ഞാൻ കുറച്ച് ക്രാഫ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. അതിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട് കേട്ടോ. 5 മണിയായപ്പോൾ വിക്കി വന്നു. അപ്പോൾ അതേ അമ്മായിയമ്മയും അമ്മായച്ചനും വിക്കിയും എല്ലാവരും കൂടി സംസാരിച്ച് അങ്ങനെ ഇരിക്കുവാണ്. ബാബുക്കുട്ടൻ. ഇതാണ് എൻ്റെ അമ്മായി. 9 മണിയായപ്പോൾ വിക്കിക്കുള്ള ദോശ ചുട്ട് കൊടുത്തു. വിക്കിക്കുള്ള ദോശ ഞാൻ ആ ചുട്ടെങ്കിൽ എനിക്കുള്ള ദോശ വിക്കിയാ ചുടണേ കേട്ടോ. അങ്ങനെ ദോശപ്പൊടിയും സാമ്പാറും ഒക്കെ ആയിട്ട് ദോശ കഴിച്ചു. അങ്ങനെ ഒരു 10 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. വേറെ ഒന്നുമല്ല, വിക്കിക്ക് കുറച്ച് കളക്ഷനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അങ്ങനെ കറി പോകുമ്പോഴാണ് ഇന്നത്തെ വിഷയം മൊത്തം വിക്കി എന്നോട് പറയുന്നത്. തിരിച്ചു വന്നൊരു വീട്ടിടയും കിട്ടി. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തി. ഇങ്ങനെയാണ് എൻ്റെ ദിവസങ്ങളെല്ലാം പോകുന്നത്. ഇനി മറ്റൊരു ദിവസം മറ്റൊരു വ്ലോഗിൽ കാണാം. ബൈ.